എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അല്ല കേരളത്തിലെ ഏറ്റവും ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിൻസ് റോക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ 2025 ടു എവരി വൺ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തത് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂട്ടിക്കലർത്തി ഒരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോ, ഈ വർഷം എടുത്ത വീഡിയോ, അതായത് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ, ഈ ദിവസം എടുത്ത വീഡിയോ. ഇപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടായി പഠിച്ച സ്കൂൾ, അതായത് ചാലക്കുടി ചൗക്ക സ്കൂളിലെ ഒരു ഗെറ്റ് ടുഗദറാണ്. ഈ ഗെറ്റ് ടുഗദർ ഒരു ക്ലാസ് മാത്രമല്ല കേട്ടോ. ഈ 1984 മുതൽ 1998 വരെ എങ്ങാണ്ട് ഉള്ള എല്ലാ ക്ലാസ്സും കൂടെ ഒരുമിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ വെച്ചേക്കുന്നത് കേട്ടോ. അതിനകത്തിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും വരും കേട്ടോ. അതായത് ഒരു സ്കൂളിൽ 15 കൊല്ലം പല ക്ലാസ്സിലായിട്ട് പഠിച്ച സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരുമിക്കുന്ന ഒരു പരിപാടിയാണ്. കണ്ട് ഈ ഫോട്ടോയിൽ നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഇതിനകത്തിലുള്ളത് കേട്ടോ. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ചേട്ടായുടെ കൂടെ ചുമ്മാ പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ പെണ്ണുങ്ങളാരും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് വിളക്ക് തെളിയിക്കാൻ എന്നെ തന്നെ ക്ഷണിച്ചു കേട്ടോ. ഇതാണ് എൻ്റെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വിളക്കൊക്കെ തെളിയിക്കുന്നത് കേട്ടോ. പിന്നീട് പരിചയപ്പെടുത്തൽ ചടങ്ങായിരുന്നു കേട്ടോ. കാരണം ഇവർക്ക് പണ്ടറിയാവുന്നവരല്ലേ എല്ലാവരും. പിന്നെ ഇപ്പോൾ വലിയവരായി അവരുടെ മുഖമൊക്കെ ചേഞ്ച് ആയപ്പോഴത്തേക്കിനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാത്തവരുണ്ട്, കുറേ പേരുണ്ട്. പിന്നെ പല ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ ഇല്ല. അന്നേരം അവനവനെ തന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എനിക്ക് ഇവരുടെ കൺസെപ്റ്റ് ഇഷ്ടമായി കേട്ടോ. കാരണം ഇവർ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും പല ബാച്ചിൽ പഠിച്ച പല ഏജ് ഗ്രൂപ്പിൽ പഠിച്ച എല്ലാവരും കൂടെ ഒരുമിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സിനെ കാണാം, ജൂനിയേഴ്സിനെ കാണാം. അതൊരു വലിയൊരു ഇതാണ് കേട്ടോ. നമുക്കും എനിക്ക് തോന്നുന്നു ഒരു ഗെറ്റ് ടുഗദർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം നമുക്ക് എല്ലാവരും നമ്മുടെ സീനിയേഴ്സിനെയും കാണാം, എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു പരിപാടി. പിന്നെ എന്നോടും പറഞ്ഞു കേട്ടോ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ. അങ്ങനെ ഞാനും പോയി എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്, എനിക്കിഷ്ടമായി കേട്ടോ. എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അല്ല കേട്ടോ. നല്ലൊരു അവരൊരു ഒത്തൊരുമയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി കേട്ടോ. കാരണം ഞങ്ങൾക്ക് വേറൊരിടത്തുകൂടെ പോകാനുണ്ടായത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി കേട്ടോ. ഞങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഹയർ സെക്കൻഡറിയുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ചാലക്കുടിയിൽ ഞങ്ങളുടെ ഈ പാപ്പാഞ്ഞീനെ കത്തിക്കുന്നത് അന്നേരം ന്യൂ ഇയർ ആയിട്ട്. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു നാളെ എന്തായാലും ഞങ്ങൾ വരണം എന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം, അതായത് 31-ാം തീയതി ഞങ്ങൾ ഈ വന്നിരിക്കുന്നത് പാപ്പാനെ കത്തിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ പള്ളിയിലുള്ള പാപ്പാനാണ്. പള്ളിയിൽ രാത്രി 12 മണിക്കാണ് കത്തിക്കുന്നത്. പക്ഷേ ചാലക്കുടിയിൽ ഞങ്ങൾ 10 മണിക്ക് കത്തിക്കും കേട്ടോ. കാരണം അവിടെ എന്തോ 12 മണിക്ക് കത്തിക്കാൻ പറ്റില്ല. കാരണം പോലീസുകാർ പെർമിഷൻ കൊടുത്തില്ല എന്തൊക്കെയോ ഇഷ്യൂസായിട്ട് ഈ വർഷം 10 മണിക്കാണ് അവിടെ കത്തിക്കുന്നത്. ഇത് ഞങ്ങളുടെ പള്ളിയിൽ കത്തിക്കുന്നത് എന്തായാലും രാത്രി 12 മണിക്ക് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്കത് കാണാൻ വരാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് രാവിലെ തന്നെ ഞങ്ങൾക്ക് ഒരിടത്ത് വരെ പോകേണ്ടത് കൊണ്ട് ഒരു കല്യാണമുണ്ട് ഞങ്ങൾക്ക് കോഴിക്കോട്. അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ രാത്രി 12 മണിക്ക് പള്ളി വരാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാപ്പാഞ്ഞീനെ കത്തിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ചാലക്കുടിയിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ വണ്ടി വെക്കാനോ ഒന്നിനും നമുക്കൊരു സൗകര്യമില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം തിരക്കായിരുന്നു. ആ റോഡെല്ലാം ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. എങ്ങനെങ്ങാണ്ട് ഞങ്ങൾ മതിലൊക്കെ ചാടി, അതിൻ്റെ ഇടയ്ക്കൂടെ മതിലൊക്കെ ഉണ്ടായിരുന്നേ, അത് ചാടി ഞങ്ങൾ എങ്ങനെങ്ങാണ്ടൊക്കെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല വ്യൂ ആണ് അവിടെ. കാരണം പരിപാടിയൊക്കെ നേരത്തെ തുടങ്ങിയ ശേഷം ഞങ്ങൾ അറിഞ്ഞില്ല 10 മണിക്ക്. ഞങ്ങൾ എല്ലാ വർഷവും 12 മണിക്കാണ് ഇവിടെ പരിപാടി ഉള്ളത്. പക്ഷേ ഈ വർഷം അവർ 9 മണിക്കാണ്. പോലീസിൻ്റെ പ്രശ്നങ്ങളും കാരണം ഇവിടെ 10 മണിക്ക് ഈ പാപ്പാജിനെ കത്തിക്കും കേട്ടോ ഈ പ്രാവശ്യം.
ഇതാണ് പാപ്പാഞ്ഞി കേട്ടോ, ഇതാണ് ഞങ്ങളുടെ ചാലക്കുടിയിൽ പാപ്പാഞ്ഞി. കാരണം ഇത് ഞാൻ കൊല്ലമാണ്, എൻ്റെ കൊല്ലം കൊട്ടാരക്കരയിലാണ് എൻ്റെ വീട്. പക്ഷേങ്കിൽ ഞങ്ങളുടെ അവിടെ ഈ സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെയാണ് ചാലക്കുടി എന്ന് പറഞ്ഞാൽ തന്നെ ആഘോഷങ്ങളുടെയും, ചാലക്കുടിയല്ല തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ ആഘോഷം, ഇവരുടെ മെയിൻ പരിപാടി ഡാൻസ് കൂത്ത് പരിപാടികളൊക്കെ ആണല്ലോ. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ, എൻജോയ്മെൻറ്റ്, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നേ. പക്ഷേങ്കിൽ 10 മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കാരണം എല്ലാ വർഷവും ഇവിടെ 12 മണിക്കായിരുന്നു കത്തിക്കുന്നത്. കേരള പോലീസിന്റെ എല്ലാവിധ സപ്പോർട്ടോടു കൂടി 12 മണി വരെ നമ്മൾ നടത്തും, അടിച്ചും പൊളിക്കും. ഇന്ന് 25,000ഓളം പേര് ഇവിടെ തങ്ങിക്കൂടിയിട്ടുണ്ടെങ്കിൽ 50,000 പേര് വരുന്ന ഒരു പരിപാടി അടുത്ത ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു ഇവന്റ് ഏരിയ നമ്മൾ ചാലക്കുടി കണ്ടുപിടിക്കും. തൃശ്ശൂരിലെ അല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂ ഇയർ ആഘോഷം നമ്മൾ ഇവിടെ നടത്തും, ചാലക്കുടിയിൽ നടത്തും. ഇത് ഉറപ്പാണ്, ഇത് JCIയുടെ വാക്കാണ്. കേരളത്തിൽ 25 വർഷം ഇവിടെ ചാലക്കുടി നടന്ന എല്ലാ പരിപാടികളും നടത്തിയ ഞങ്ങൾ JCI ചാലക്കുടിയാണ്. ആത്മാഭിമാനത്തോടെ ഞങ്ങൾ പറയും, എല്ലാ വിധത്തിലുള്ള സേഫ്റ്റിയും എല്ലാം ഞങ്ങൾ കരുതിയിട്ടാണ് ഞങ്ങൾ നടത്തിയിരുന്നത്. താങ്ക് യു സോ മച്ച് കേരള പോലീസ്. ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും അവർ തന്നിട്ടുണ്ട്. 10 മണി വരെ നടത്താനുള്ള അപ്രൂവൽ തന്നിട്ടുണ്ട്. അതിന് SP സാറിനും കേരള പോലീസിനും എല്ലാവർക്കും മുനിസിപ്പാലിറ്റിക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇനി അധികം നീട്ടുന്നില്ല, ഞങ്ങൾ JCI ഫാമിലി മൊത്തം ഇവിടെയുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് 10 മിനിറ്റാണ് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ആർ യു റെഡി? പരിപാടിയൊക്കെ അടിച്ചു പൊളിച്ചപ്പോഴത്തേക്കിനും പണി 10 കറക്റ്റ് 10 ആയപ്പോഴത്തേക്കിന് പാപ്പാഞ്ഞീനെ കത്തിക്കാൻ പോകുന്ന ടൈമായി കേട്ടോ. കറക്റ്റ് പാപ്പാഞ്ഞീനെ 10 മണിയായപ്പോൾ അവിടെ കത്തിച്ചു കേട്ടോ. കാരണം പെർമിഷൻ ഇല്ലാത്തതിൻ്റെ കാരണം പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ കത്തിക്കേണ്ടെന്ന് വന്നത് കേട്ടോ. അടുത്ത വർഷം പൊളിക്കുന്ന പറയുന്നവർ കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ. അപ്പോഴത്തേക്കിന് പാപ്പാഞ്ഞി കത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഡാൻസ് പാട്ട് അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് കേട്ടോ എല്ലാവരും കൂടെ 10 മണിക്ക് കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെയും ടാറ്റ ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.